തൃശ്ശൂർ നഗരത്തിന്റെ നടുക്കില് തല ഉയർത്തി നിൽക്കുന്നതാട്ട ഞങ്ങളുടെ പുത്തമ്പള്ളി, ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പുത്തമ്പള്ളി. വളരെ മനോഹരമായിട്ട് വളരെ ഉയരത്തിലാണ് ഞങ്ങളുടെ പുത്തമ്പള്ളി ഉള്ളത്. പുത്തമ്പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ അൾത്താരയാണ്. അൾത്താരയിൽ നടുക്കില് പരിശുദ്ധ വ്യാകുല മാതാവ് ഇരിക്കുന്നത്. മാതാവിൻ്റെ ജീവിതത്തിലെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 7 വ്യാകുലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട രൂപമാണ് നടുക്കിലുള്ളത്. ജാതി മതഭേദമെന്നെ എല്ലാ മനുഷ്യരും വന്ന് അവരുടെ സങ്കടങ്ങളും വ്യാകുലങ്ങളും ആദികളും പറയുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ പുത്തമ്പള്ളി. മാതാവിനോട് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം തോന്നും. എന്ത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വ്യാകുല മാതാവിൻ്റെ മുഖമൊന്നും മനസ്സിൽ ഓർത്താലുണ്ടല്ലോ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടും. തൃശ്ശൂരിൻ്റെ തിക്കും തിരക്കും ബഹളത്തിൽ നിന്നൊക്കെ മാറി ദൈവത്തിനോട് കുറച്ചു നേരം സംസാരിക്കാനും തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ പുത്തമ്പള്ളിയിൽ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നിത്യാരാധന കേന്ദ്രം. പുത്തമ്പള്ളിയുടെ പ്രധാന അൾത്താര കൂടാതെ വലത്ത് വശത്തും ഇടത്ത് വശത്തായിട്ട് കുഞ്ഞു കുഞ്ഞു അൾത്താരകൾ വേറെയുണ്ട്. അവിടെ ഓരോ വിശുദ്ധന്മാരും അവിടെ തിരുശേഷം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ മുകളിൽ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കാറ്റഗിസം പഠിച്ചിരുന്നത്. വിശ്വവിഖ്യാതനായ മൈക്കൽ ആഞ്ചലോയുടെ ഒറ്റക്കല്ലിൽ തീർത്ത വെൺകൽ രൂപം പിയാത്ത വളരെ മനോഹരമായിട്ട് പുത്തമ്പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് മുന്നിലായിട്ട് തന്നെ പരിശുദ്ധ മറിയത്തിന്റെ ഒരു തിരുശേഷിപ്പും ഒരുക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒരു പള്ളിയിലും കാണാത്ത ഒരു പ്രത്യേകത പുത്തമ്പള്ളിയിലുണ്ട്.
പ്രധാന അൾത്താരയുടെ വലത്തുവശത്തും ഇടത്തുവശത്തായിട്ട് ഒരുപാട് വിശുദ്ധന്മാരുടെയും വിശുദ്ധകളും തിരുശേഷിപ്പുണ്ട്. വലത്തുവശത്തെ 71 തിരുശേഷിപ്പും ഇടത്തുവശത്തെ 71 തിരുശേഷിപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാന അൾത്താരല്ലാതെ ചെറിയ ചെറിയ അൾത്താരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ട് ഓരോ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ്. അങ്ങനെ ഒരുപാട് വിശുദ്ധന്മാരുടെയും വിശുദ്ധകളും തിരുശേഷിപ്പിൽ സമ്പന്നമായിട്ടാണ് കേട്ടോ പുത്തമ്പള്ളി ഇരിക്കുന്നത്. പണ്ടേ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ് പുത്തമ്പള്ളിയുടെ മുറ്റത്തും പുത്തമ്പള്ളിയിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് വെക്കേഷൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക പള്ളിയിലായിരിക്കും. CLC ആയിട്ടും ക്രിസ്ത്യൻ സംഘടനയായിട്ടും പിന്നെ യൂത്തൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും പള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവാറുണ്ട്. പിന്നെ പുത്തമ്പള്ളി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ബുക്ക് സ്റ്റാള്. ചെറുതായിരുന്നു കേട്ടോ പണ്ട്, ഇപ്പൊ നല്ല വിപുലീകരിച്ചു. ഒരുപാട് എന്താ പറയാ രൂപങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും കൊന്തകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ടാണ് ഇപ്പോ ഞങ്ങളുടെ ബുക്ക് സ്റ്റാള് ഒരുക്കിയിരിക്കുന്നത്. പുത്തമ്പള്ളിയുടെ ഗോപുരമണിക്ക് 260 അടി ഉയരണ്ട്. വളരെ പ്രത്യേകതയുള്ള ഒരു മണിയാണ്, എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇത്. ഇതിനെ പറയുന്നതാണ് സപ്തസ്വരമണി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ സപ്തസ്വരമണി ആദ്യമൊക്കെ വായിച്ചിരുന്നത് അന്നത്തെ കപ്പ്യാരായിരുന്നു ജോസഫേട്ട വായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് നോക്കാറുണ്ട്. ആ മണിയുമേ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടാവും, സരിഗമയൊക്കെ നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് വായിക്കണ കാണാനായിട്ട്. പുത്തമ്പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി പുത്തമ്പള്ളിയുടെ ബാക്കിലുള്ള പുത്തമ്പള്ളിയുടെ ടവർ ഒന്ന് കാണാൻ പോവാം. ഇവിടെ വന്നാൽ എന്തായാലും കാണേണ്ട ഒന്നാണ് കേട്ടോ പുത്തമ്പള്ളി ടവർ. ഏറ്റവും നല്ല ഉയരത്തിൽ വളരെ മനോഹരമായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒന്നാണ് പുത്തമ്പള്ളി ടവർ. നല്ല ഗ്ലാസ് സ്ലൈഡ് ചെയ്യണപ്പോൾ അതൊരു ജനാലകളാണ്. അത് ഓരോന്നും തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നമ്മുടെ തൃശ്ശൂർ നഗരം കാണാം, എല്ലാം കാണാം, വളരെ രസമായിട്ട് കാണാം. അതവിടെ പോയി നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല ജനാല തുറക്കുമ്പോൾ നല്ലൊരു കാറ്റ് നമ്മുടെ മുഖത്തേക്ക് വീശും. അങ്ങനെ ഓരോ ഭാഗം തുറന്നു നോക്കിയപ്പോൾ ഓരോ സ്ഥലങ്ങൾ, നമ്മുടെ അപ്പുറത്ത് നോക്കുമ്പോൾ ലൂർദ് പള്ളി കാണാം. ലൂർദ് പള്ളിയോട് ചേർന്ന് തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കാണാം. പിന്നെ മറ്റു വശത്ത് പോയി നോക്കുകയാണെങ്കിൽ അവിടെ വടക്കുനാഥ ക്ഷേത്രം, തേക്കുകാട് മൈതാനം ഒക്കെ നല്ല സ്വരാജ് റൗണ്ട് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇപ്പം വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, പക്ഷെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാന്നുണ്ടല്ലോ വളരെ രസകരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ എല്ലാം വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നോക്കി ഒരു വശത്ത് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. പണ്ടത്തെ മെഡിക്കൽ കോളേജ് ആയിരുന്നു, ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സെൻറ് തോമസ് കോളേജ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ടവർ നല്ലാട്ട പേര് ബൈബിൾ ടവർ എന്നാണ് പേര്. ഈ ബൈബിൾ ടവറിന് പേര് വരാൻ കാരണം തന്നെ അതിൻ്റെ മുകളിൽ, അതായത് 5ാം നിലയിൽ തന്നെ നമുക്ക് ഒരുപാട് ബൈബിളുകൾ കാണാം. പല ഭാഷകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പല രീതിയിലുള്ള ബൈബിളുകൾ, പിക്ചറായിട്ടുള്ള ബൈബിളുകളുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ബൈബിള്. നമ്മുടെ വീട്ടിൽ സാധാരണ സമ്പൂർണ്ണ ബൈബിളോ പുതിയ നിയമമൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാതെ വളരെയധികം വ്യത്യസ്തമായ ബൈബിളുകൾ, അത് 100-നും 120-നും ഇടയിലുള്ള ബൈബിളുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വളരെ പുരാതനമായ ബൈബിളൊക്കെ ഉണ്ട്. അങ്ങനെ ബൈബിളിൻ്റെ എല്ലാ കാര്യങ്ങളും പല രീതിയിൽ ചിത്രങ്ങളിലൂടെയും അതുപോലെ പെയിൻറ്റിങ്ങുകളിലൂടെയും പിന്നെ ആർട്ട് വർക്കിലൂടെയൊക്കെ ഈ ടവറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ മുകളിലത്തെ നിലയിൽ കാണുന്നത് മുഴുവൻ ഈ ബൈബിളുകളാണ്. പിന്നെ നമ്മൾ താഴോട്ട് ഒരുപാട് ഇറങ്ങുമ്പോൾ ഓരോ നിലകളിൽ കാണുന്നത് നമ്മുടെ പുത്തമ്പള്ളിയുടെ ചരിത്രം, അതുപോലെ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല പെയിൻറ്റിങ്ങുകൾ അതുപോലെ ആർട്ട് വർക്കുകളൊക്കെ കാണാം. അവസാനം എത്തുമ്പോഴാണ് പുത്തമ്പള്ളിയുടെ രൂപം, അതായത് പഴയ കാലഘട്ടത്തിൽ പുത്തമ്പള്ളി ഞാൻ പറഞ്ഞല്ലോ പ്രതിഷ്ഠ നടത്തിയത് 1925-ലാണ്. അന്ന് മുതലുള്ള പുത്തമ്പള്ളിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പുത്തമ്പള്ളിയുടെ 4 ഘട്ടങ്ങളിലായിട്ടാണ് പുത്തമ്പള്ളിയുടെ പണി കംപ്ലീറ്റ് ആക്കിയേക്കണേ. അതിൻ്റെ ഒരു മനോഹരമായ ചിത്രവും അവസാനം ടവറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും.
അവസാനത്തെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് പുത്തമ്പള്ളിയുടെ ഒരു ഫോട്ടോ. അതായത് 1925 പുത്തമ്പള്ളി പ്രതിഷ്ഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ പുത്തമ്പള്ളി എങ്ങനെയായിരുന്നു, രണ്ടാം ഘട്ടത്തിൽ എന്ത് മാറ്റം വന്നത്, മൂന്നാം ഘട്ടത്തിൽ എന്ത് മാറ്റം വന്നത്, നാലാം ഘട്ടത്തിൽ ബൈബിൾ ടവറോട് കൂടി പണിത പുത്തമ്പള്ളിക്ക് വന്ന മാറ്റം, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പിക്ചറുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ടവർ അവസാനിച്ചിറങ്ങുന്നത്. ഞങ്ങളുടെ പുത്തമ്പള്ളി ഇപ്പോൾ 100 വർഷത്തിന് നിറവില് ശതാബ്ദി വർഷത്തിലാണ് നിൽക്കുന്നത്. 1925 തുടങ്ങിയ പുത്തമ്പള്ളി ഇപ്പോൾ 2025 ആവുമ്പോൾ 100 വർഷം തികഞ്ഞു. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. പുത്തമ്പള്ളിയിലത്തെ ഇടവകക്കാരിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ നിറയെ അഭിമാനവും അതുപോലെ ചെറിയൊരു അഹങ്കാരമാണ്. അപ്പം എല്ലാവർക്കും, ഞങ്ങളുടെ ഇടവകയിലുള്ളവർക്കും ഇവിടുന്ന് പോയവർക്കും എല്ലാ തൃശ്ശൂർക്കാർക്കും എല്ലാവർക്കും പ്രത്യേകം പുത്തമ്പള്ളിയുടെ ശതാബ്ദി വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.